സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ഒരാളെയും സംരക്ഷിക്കാനില്ല. തന്ത്രി മാത്രമല്ല, ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആരെങ്കിലും കുറ്റവാളിയാണെന്നോ ആരെങ്കിലും കുറ്റവാളി അല്ലെന്നോ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായമില്ല. ഇനി ഈ SIT അവരുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല, ഇന്ന ആളുകൾ മാറണോ, അതെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് തീരുമാനിക്കാം. അവരാണ് ഓരോരുത്തരുടെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഏറ്റുമുട്ടൽ. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലെന്ന് പറഞ്ഞ് ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് MP ഗോവിന്ദൻ. കോടതി ഉത്തരവിലെ അസാധാരണത്വം ചൂണ്ടിക്കാണിച്ചാണ് നിയമമന്ത്രി സംസാരിച്ചത്. തന്ത്രിക്ക് സംരക്ഷണ കവചവുമായി കോൺഗ്രസും BJPയും രംഗത്തുണ്ട്. തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിച്ചുവെന്നാണ് ആരോപണം. അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്താതിരിക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കടുക്കുമ്പോൾ തന്ത്രിയുടെ ജാമ്യത്തിനെതിരെയും പരാമർശങ്ങൾ നീക്കിക്കിട്ടാനും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് SITയുടെ നീക്കം. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ ആര്? കേസിലെ പെരുങ്കള്ളന്മാർ ആരൊക്കെ? സ്വാഗതം. വിഷയത്തിൽ എനിക്കൊപ്പം അതിഥികൾ D. സുരേഷ് കുമാർ CPMനെ പ്രതിനിധീകരിച്ച്, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസ് പ്രതിനിധി, ശ്രീ മനു പ്രസാദ് BJP പ്രതിനിധി, അഡ്വക്കേറ്റ് സുൽഫിക്കർ സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് സുൽഫിക്കർ, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രിക്ക് 41ാം ദിവസം ജാമ്യം ലഭിച്ചതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് എത്തി നിൽക്കുന്ന കാര്യം. രാഷ്ട്രീയ ഏറ്റുമുട്ടലായി ഇത് മാറുന്നതിൽ പ്രധാന കാരണം ഈ ജാമ്യാപേക്ഷയിൽ തന്ത്രി ചൂണ്ടിക്കാണിച്ച തനിക്കെതിരെ ചില ഗൂഢാലോചനകൾ നടന്നു, പകരം വീട്ടുകയായിരുന്നു എന്ന പരാമർശങ്ങളാണ്. പക്ഷേ ഈ കേസിൽ 41ാം ദിവസം ജാമ്യം കിട്ടി എന്നത് SITയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അതിലുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ എന്നത് വളരെ കടുത്തതായിരുന്നു. ഇന്ന് നിയമമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അസാധാരണമാണ് ആ ഉത്തരവ് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ സ്വഭാവം അതിലുണ്ടായിരുന്നു എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. താങ്കൾ ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണല്ലോ. എങ്ങനെയാണ് ആ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ കാണുന്നത്? അതൊരു ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറയുന്നതിൻ്റെ പരിധി ലംഘിച്ചുള്ളതായിരുന്നു? നമുക്ക് സാധാരണഗതിയിൽ ഒരു ജാമ്യ ഹർജി പരിശോധിക്കുന്ന വിചാരണ കോടതി പ്രധാനമായും സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും നിരന്തരമായി നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ട്രിപ്പിൾ ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും, ടൈപ്പോ ടെസ്റ്റ് എന്നൊക്കെ പറയും. അത് ജാമ്യ ഹർജി പരിശോധിക്കുന്ന കോടതി പ്രധാനമായും നോക്കേണ്ടത് 1 ഫ്ലൈറ്റ് റിസ്ക്, 2 പോസിബിലിറ്റി ഓഫ് ടാമ്പറിംഗ് വിത്ത് ദ എവിഡൻസസ്, 3 ചാൻസസ് ഫോർ ഇൻഫ്ലുവൻസിങ് ദ വിറ്റ്നസസ്. എന്ന് വെച്ചാൽ 1 ഇയാൾ ലീഗൽ കോഴ്സ് നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടോ, ഓടിപ്പോകാനുള്ള സാധ്യതയുണ്ടോ, അബ്സ്കോണ്ടിങ് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. മറ്റൊന്ന് നിലവിലുള്ള അവൈലബിൾ എവിഡൻസിനെ ഇയാൾ ടാമ്പർ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. 3 ഇൻഫ്ലുവൻസ് എവിടെ വിറ്റ്നസസിനെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ, ഒരു കുറ്റാരോപിതന്റെ ജാമ്യം നിഷേധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുമ്പോൾ ഒരു കോടതി പരിശോധിക്കേണ്ട വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ ഈ പ്രൈമ ഫേസി, അതായത് പ്രഥമ ദൃഷ്ട്യാ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ വെളിച്ചത്തിൽ ഈ പ്രതിക്ക് ഈ ആരോപിക്കപ്പെട്ട കുറ്റത്തിലുള്ള ഇൻവോൾവ്മെന്റിന്റെ പ്രഥമ ദൃഷ്ട്യാ ഉള്ളൊരു പരിഗണനയും കോടതി സാധാരണഗതിയിൽ ചെയ്യാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിയെ ജാമ്യത്തിൽ വിടണോ വേണ്ടയോ എന്ന് ജാമ്യ കോടതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രഥമ ദൃഷ്ട്യായുള്ള ഇൻവോൾവ്മെന്റ് നോക്കുമ്പോൾ അതിന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകൾ കോടതി പരിശോധിക്കും. സ്വാഭാവികമാണ്. അത് പരിശോധിച്ചാൽ മാത്രമേ പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് കോടതിക്ക് പറയാൻ കഴിയൂ. അത് ഒരു സെക്കൻഡറി ഘടകമാണ്. മറ്റു 3 കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങളിൽ ഇയാൾ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് കണ്ടെത്തിയാൽ കോടതിക്ക് ജാമ്യം കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒരു സീരിയസ് ഒഫൻസ് ആണെങ്കിൽ, ഇപ്പോൾ കൊലപാതകമോ റേപ്പോ പോലെയുള്ള വളരെ ഹീനിയസ് ക്രൈമിലൊക്കെയാണ് അതിന്റെ പ്രൈമ ഫേസി ഇൻവോൾവ്മെന്റ് നോക്കുന്നത്. മറിച്ച് എക്കണോമിക് ഒഫൻസുകളിലും അതുപോലെ ചീറ്റിംഗ് പോലുള്ള ഒഫൻസുകളിലും തെഫ്റ്റ് പോലുള്ള ഒഫൻസുകളിലൊന്നും ആ ഘട്ടത്തിലേക്ക് സാധാരണ ഒരു ജാമ്യ കോടതി പോകേണ്ടതില്ല.
എന്നാൽ തന്നെയും ഇതുപോലെ ഇപ്പോൾ ഒരു പബ്ലിക് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിലൊക്കെ അത് പരിശോധിക്കുന്നതിൽ ജാമ്യ കോടതിയുടെ ഭാഗത്ത് അത്ര വലിയൊരു തെറ്റും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഒരു വിഷയം ഈ ജാമ്യ വിധി വളരെ ഒരു 90 പേജിലധികം വരുന്ന ഒരു വിധിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിയമമന്ത്രി പറയുന്നത് ഇത് സുപ്രീം കോടതി വിധിയുടെ അല്ലെങ്കിൽ അപ്പീൽ കോടതി വിധിയുടെയൊക്കെ ഒരു സ്വഭാവം ഇതിനുണ്ടെന്നുള്ളതിന്റെ വലിപ്പം നോക്കിക്കൊണ്ടായിരിക്കാം. പക്ഷെ ആ വലിപ്പത്തിലേക്ക് വരുന്നതിന്റെ കാരണം ഈ കേസിലെ പ്രത്യേകപരമായ ഒരു കോംപ്ലിക്കേഷൻസ് കൂടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, തന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഇപ്പൊ നടന്നിട്ടുള്ള ക്രൈമിൽ തന്ത്രിയെ ഇവർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്ത്രിയുടെ ആ പോസ്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് പരിശോധിക്കേണ്ടി വരും തന്ത്രി എന്നുള്ള നിലക്ക് ഈ ആരോപിതനായ വ്യക്തിക്ക് എത്രത്തോളം ഈ പറഞ്ഞ ക്രൈം നടന്ന ഈ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവിടെ കോടതി പരിശോധിക്കേണ്ടത് തന്ത്രിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, തന്ത്രിയുടെ കർമ്മമണ്ഡലം എന്താണ്, ഒരു തന്ത്രി എന്നുള്ള നിലക്ക് ആ ക്ഷേത്രത്തിന്റെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഇതൊക്കെയാണ് കോടതി പരിശോധിക്കുക. അത് നിലവിലുള്ള അവരുടെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട സംഹിതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ചതിന്റെ ആണ് കുറെ അധികം പേജുകൾ അതിനു വേണ്ടിയിട്ടാണ് കോടതി ചെലവാക്കിയിട്ടുള്ളത്. അത് മുഴുവൻ പരിശോധിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് തന്ത്രിക്ക് ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് യാതൊരു റോളും ഇല്ല. മറിച്ച് ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത് പറയുന്നുണ്ട്, ഇതില് ഈ ചെമ്പ് തെളിഞ്ഞ് സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അതൊന്ന് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒപ്പീനിയൻ മാത്രമാണ് തന്ത്രി കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിന്റെ പുറത്ത് നടന്നിട്ടുള്ള ക്രൈമിലോ അല്ലെങ്കിൽ മറ്റു കോൺസ്പിറസി പാർട്ടിലോ തന്ത്രിക്ക് ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ടുള്ള ഒരു മെറ്റീരിയൽസും പ്രോസിക്യൂഷൻ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിലുള്ള ഒരു പരിശോധനയാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതൊന്നും ഒരു വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ അക്ഷന്തരീയമായ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ അപ്പീൽ പോകാൻ സർക്കാർ ധൃതി കൂട്ടുന്നതിന്റെ അപ്പീൽ പോകുമെന്ന് വാശി പിടിക്കുന്നതിന്റെ കാര്യം ഇതിൽ വന്നിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. ഈ ഒബ്സർവേഷൻസ് ഒന്നും തന്നെ വിചാരണ സമയത്ത് വിചാരണ കോടതിയെയോ അതല്ലെങ്കിൽ ഈവൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ പോലെയും ഇതൊന്നും ബാധിക്കേണ്ട കാര്യമില്ല. നിരന്തരമായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ജാമ്യവിധിയിൽ പറയുന്ന ഒരു ഒബ്സർവേഷൻസോ അല്ലെങ്കിൽ അതിൽ പറയത്തുള്ള ഒരു ഒബ്സർവേഷൻസോ അതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പരാമർശങ്ങളോ ഒന്നും തന്നെ വിചാരണ സമയത്ത് വിചാരണ കോടതിയെയോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ സ്വാധീനിക്കേണ്ട കാര്യം അവർക്ക് ബൈൻഡിങ് അല്ല. അതൊന്നും ബൈൻഡിങ് അല്ല, അതെല്ലാം ഒരുതരം ഒബിറ്റർ പോലെയുള്ള ഒബ്സർവേഷൻസ് മാത്രമാണ്. അതൊന്നും ബൈൻഡിങ് നാച്ചുറൽ ഇല്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരാമർശങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടി അപ്പീൽ പോകുന്നു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു സാങ്കേതികമായ ഒരു കീഴ്വഴക്കങ്ങളായി മാത്രമേ അല്ലെങ്കിൽ ഒരു ഗിമ്മിക്കായിട്ട് മാത്രമേ ടു ദ ലീസ്റ്റ് അത് പറയാൻ കഴിയുള്ളൂ. അതിലൊന്നും പ്രത്യേകിച്ച് യാതൊരു സാധ്യതയുമില്ല. ഈ പരാമർശങ്ങൾ നീക്കിയാലും ഇല്ലെങ്കിലും ഇതൊന്നും തന്നെ ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായി. ഇങ്ങനെ ജാമ്യവിധിയിൽ ആ കോടതി ഇത്തരം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതുകൊണ്ടോ ഒബ്സർവേഷൻ നടത്തിയതുകൊണ്ടോ അത് വിചാരണ ഒരു തരത്തിലും ബാധിക്കില്ല, പ്രോസിക്യൂഷനെയും ഒരു തരത്തിൽ ഇൻവെസ്റ്റിഗേഷനെയും അത് ബാധിക്കില്ല. മാത്രവുമല്ല, ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചുള്ള പിഴവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് തെളിവുകൾ ഹാജരാക്കുന്നതിലോ അന്വേഷണത്തിന്റെ ദിശയിലോ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പിഴവുകൾ ഈ ജാമ്യ ഹർജിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തിരുത്താനുള്ള അവസരം കൂടി പ്രോസിക്യൂഷന് കൈവന്നിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേഷൻ കൈവന്നിരിക്കുക. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇതിൽ വളരെ ആത്മാർത്ഥമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇത് വളരെ കോൺഫിഡൻസോടുകൂടി അവരുടെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തന്ത്രിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ ജാമ്യ കോടതി ചൂണ്ടിക്കാണിച്ച പിഴവുകൾ തിരുത്തി അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പീല് പോലെയുള്ളതെല്ലാം ഒരു തരം പ്രഹസനങ്ങളായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ശരി, പ്രാഥമികമായി എന്താണ് ഈ ജാമ്യ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം എന്നത് സുപ്രീം കോടതി അഭിഭാഷകനായ ശ്രീ സുൽഫിക്കർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മറ്റു പ്രതികൾ 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം നേടിയാണ് പുറത്തിറങ്ങിയതെങ്കിൽ തന്ത്രിയുടെ കാര്യത്തിൽ 41-ാം ദിവസം ആദ്യ വിചാരണ കോടതിയിൽ തന്നെ ജാമ്യം ലഭിച്ച് പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വിശേഷിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാകും? ഇവിടെ നമ്മൾ ഈ കേസിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതി ചില പരാമർശങ്ങൾ ആ വിധിന്യായത്തിനകത്ത് ആ ജാമ്യ ഉത്തരവിനകത്ത് എഴുതി ചേർത്തിരുന്നു. അത് വന്നപാടെ അദ്ദേഹം പൂർണ്ണമായും ഈ കേസിൽ നിരപരാധിയാണ്, അദ്ദേഹത്തിന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, അദ്ദേഹത്തെ പ്രതികാര ബുദ്ധിയോടുകൂടി സർക്കാരും അതുപോലെ തന്നെ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അദ്ദേഹത്തെ പഴയ ചില കാര്യങ്ങളിലെ പ്രതികാര വാഞ്ചയോടുകൂടി സമീപിച്ച് അദ്ദേഹത്തെ ഇന്നസെന്റായ അദ്ദേഹത്തെ
അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു എന്ന രൂപത്തിലാണ് ഇവിടെ ഒരു തരത്തിൽ ഇടതുപക്ഷത്തെ എല്ലാ രൂപത്തിലും ആക്രമിക്കുന്ന ആളുകൾ ഒരേ തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ തെറ്റായിട്ടുള്ള ഒരു വാദഗതി. നമ്മൾ ഈ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതിന്റെ ആദ്യം മുതൽ ഞാൻ പറഞ്ഞ് വിലപ്പെട്ട സമയം അപകരിക്കുന്നില്ല. ഈ കേസ് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ നാൾ വഴി എന്നുള്ളതിനെ സംബന്ധിച്ചറിയാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആരാണ് നേതൃത്വം നൽകുന്നത്, അതിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പോലും കൃത്യമായ നിലപാടെടുത്തത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. കേസിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് അതിന്റെ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ആരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഈ കേസ് ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുമാണ്. സർക്കാർ ഇതിനകത്ത് യാതൊരു റോളും, അതിനകത്ത് ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താൻ പോയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കാമോ ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ കേസിൽ സർക്കാരിനെയും പാർട്ടിയെയും വലിച്ചിഴക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇന്ന് പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളിപ്പോ തന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം കുറ്റക്കാരനാണോ, അദ്ദേഹത്തിന് ഈ കുറ്റകൃത്യത്തിൽ ഏത് വിധത്തിലുള്ള പങ്കാളിത്തമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തട്ടെ, കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, അതിനെ സംബന്ധിച്ച് അവിടെ വാദപ്രതിവാദം നടക്കട്ടെ, അന്തിമമായി അദ്ദേഹം കുറ്റക്കാരനാണോ നിരപരാധിയാണോ എന്ന് കണ്ട് കോടതി വെറുതെ വിടുകയോ അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ചെയ്യട്ടെ. അത് കോടതിക്കും നിയമത്തിനും നമ്മൾ വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇന്നലെ BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന മുൻ ഗോവ ഗവർണർ കൂടിയായിട്ടുള്ള സുരേഷ് കുമാർ, ഞാൻ താങ്കളോട് ഇടപെടുന്നതിലൊന്ന് ക്ഷമിക്കുക. താങ്കൾ തന്നെ പറഞ്ഞു ഇതൊക്കെ കോടതി നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് അല്പം കൂടി പ്രസക്തി ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്നലെ BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അദ്ദേഹം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവിടെ ശബരിമല യുവതീ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ നട ഇടച്ചിടാൻ ഉപദേശം കൊടുത്തത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റിൽ പ്രശ്നമല്ല. പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം BJP ഉന്നതാധികാര സമിതിയുടെ യോഗം ചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്, ആ സുവർണാവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതായത് ഈ വിഷയത്തെ മുൻനിർത്തി കേരളത്തെ ഒരു കലാപ കലുഷിത അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നതിന് വേണ്ടി ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചു എന്നുള്ളത് അതേ സമയത്ത് തന്നെ പുറത്തു വന്ന കാര്യമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ വളച്ചൊടിച്ചു പറഞ്ഞു, അതൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നൽകിയ ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം എന്താണ്? ഈ സുവർണാവസര പ്രയോജനപ്പെടുത്താനുള്ള ആഹ്വാനം എന്തിനു വേണ്ടിയായിരുന്നു? അത് അഭിഭാഷകൻ എന്നുള്ള നിലയിലല്ലായിരുന്നല്ലോ. അത് വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു BJP നേതാവിന്റെ അങ്ങേയറ്റത്തെ ഗൂഢപരമായിട്ടുള്ള ഇടപെടലാണ്. ഈ ഇടപെടലിൽ അദ്ദേഹവും ഇവിടെ ബഹുമാന്യനായ തന്ത്രിയും പങ്കാളിയായിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള മുന്നോട്ട് വച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനം. അതല്ല എങ്കിൽ ഞാൻ ഇതിൽ പങ്കാളിയല്ല, ഈ രാഷ്ട്രീയമായ കളികളിൽ ഞാൻ പങ്കാളിയല്ല എന്ന് പറയാൻ ബഹുമാനപ്പെട്ട തന്ത്രി മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് തയ്യാറാകണം. തന്നെ രാഷ്ട്രീയമായി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടി സർക്കാർ സുരേഷ് കുമാർ, അത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ്. ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ ആ കാര്യങ്ങൾ തന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. രാഷ്ട്രീയമായി അതിന് മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങളെ സംബന്ധിച്ചുണ്ട്, അത് പറയുക. അതല്ലല്ലോ എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു? മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുമ്പോൾ ജാമ്യം കിട്ടി പുറത്തു നിൽക്കുന്ന ഒരാളെ പെരുങ്കള്ളനാണ് എന്ന് പറയണമെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും വിവരം CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ടോ? കോടതി പറഞ്ഞത് തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുത്ത പ്രതിയെ പെരുങ്കള്ളൻ എന്ന് വിളിക്കാൻ ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ നടത്തിയിട്ടുള്ള ഈ നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ ഓരം ചേർന്ന് നിന്ന് അവിടെ ഒരു രാഷ്ട്രീയ ഹിഡൻ അജണ്ട സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്ത്രിക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന പ്രീവിയസ് ഹിസ്റ്ററിയുടെ പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കള്ളന്റെ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെടുന്നത്. ശ്രീ സുരേഷ് കുമാർ, ഇതേ SIT കണ്ടെത്തിയ പ്രതികളാണല്ലോ മറ്റുള്ളവർ. അതിൽ CPMന്റെ
ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുണ്ട്, പ്രസിഡന്റുമാരുണ്ട്. ഇവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടില്ല. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കുറ്റപത്രം വന്നതിന് ശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്നതാണ്. അപ്പോൾ SITയുടെ ഈ കണ്ടെത്തലുകളൊന്നും അവർക്ക് ബാധകമല്ല, പക്ഷേ തന്ത്രിക്ക് ബാധകമാണ്. അതാണോ CPMന്റെ ന്യായം? വളരെ കൃത്യമായി തന്നെ അവരെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളാരും കേൾക്കാതെ പോയതല്ല, നമ്മളെല്ലാവരും പല കുറി കേട്ടതാണ്. നമ്മൾ അതിനെ ആ അഭിപ്രായങ്ങളെ വെച്ച് തന്നെ പല ചർച്ചകളും നടത്തിയിട്ടുള്ളതാണ്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വാചകം കടമെടുത്ത് പറയുകയാണ്. ഇവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റി പുറത്തു വരട്ടെ, അന്തിമ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കട്ടെ. അതിനകത്ത് ഇവർക്കുണ്ടായിട്ടുള്ളത് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അവർ വഹിച്ചിരുന്ന ചുമതലയുടെ ഭാഗമായി വന്നിട്ടുള്ള നെഗ്ലിജൻസ് ആണോ, അല്ല കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുണ്ടോ, അതിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു വരട്ടെ. അതിനനുസരിച്ചായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ നടപടിക്രമം എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി. ശിക്ഷാ നടപടിക്രമം, ശിക്ഷയുടെ തോത് എത്ര വേണമെന്നറിയാൻ വേണ്ടി നടപടി കാക്കുന്നു. പക്ഷെ അവർ കുറ്റക്കാരാണ് എന്ന കാര്യത്തിൽ അപ്പോൾ സംശയമില്ല. അല്ല, കുറ്റപത്രം വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ നിങ്ങൾ ക്ലബ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം നേരത്തെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിൽ അസ്വാഭാവികതയുണ്ട്, ചില കോൺസ്പിറസികൾ അദ്ദേഹവും പങ്കാളിയായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിക്കും യുവതീ പ്രവേശനത്തിനെതിരെയുള്ള നിലപാട് തന്നെയായിരുന്നു. അദ്ദേഹവും ആ കോൺസ്പിറൻസിയുടെ ഭാഗമായിരിക്കുമോ? അല്ല, അദ്ദേഹം ഈ രൂപത്തിൽ നട അടച്ചിടാനുള്ള കാര്യങ്ങളിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടൊന്നും പങ്കാളിയായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവിടെ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വാസമാണ്. ഇപ്പോൾ SIT കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന നിലപാടാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ ആണ് തന്ത്രി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നു. ആ പെരുങ്കള്ളന്മാരുടെ പട്ടിക എന്നത് SIT നൽകിയിട്ടുള്ള പട്ടിക തന്നെയല്ലേ? തീർച്ചയായും ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ആ ദേവസ്വം ബെഞ്ച് മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ ഒരു ജാമ്യ ഹർജി പരിഗണിക്കുന്ന കോടതിയുടെ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങളെ ഉയർത്തിക്കാട്ടി അദ്ദേഹം ഇത്തരത്തിലൊരു തെറ്റേ ചെയ്തിട്ടില്ല എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കോണുകളിൽ നിന്നെങ്കിലും ചില ആളുകളുടെ അഭിപ്രായ പ്രകടനം. കോടതിയുടെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ SITയുടെയും കോടതിയുടെയും നടപടിക്രമങ്ങൾ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും എതിരാണെങ്കിൽ ആ നടപടിക്രമങ്ങളെല്ലാം കൊള്ളാം. ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പ്രതികൂലമായ സ്ഥിതി തങ്ങൾക്കെതിരായിട്ടുണ്ടായാൽ കോടതിയുമായ കുഴപ്പമാണ്, SITയുമായ കുഴപ്പമാണ്. ഇതെല്ലാം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്വത്തിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന വിരോധാഭാസം കേരളത്തിലെ വിശ്വാസ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഒറ്റ വിഷനിൽ ഒരു കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വീക്ഷണത്തിന്റെ പ്രശ്നമാണ് ഇവിടെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ആ വീക്ഷണത്തിന്റെ പ്രശ്നം തന്നെയാണ് ആവർത്തിച്ച് തങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റ് കഴിയാറാകുന്നു. ഇത് വീക്ഷണത്തിൽ പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് തന്ത്രി എന്ന് പറയുകയും അതേസമയം തന്നെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കുകയോ അവർ പെരുങ്കള്ളന്മാരിൽ പെടുന്നവരാണെന്ന് പറയുകയോ ചെയ്യാതിരിക്കുന്നതിലാണ് വൈരുദ്ധ്യം എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. അല്ല, ഇപ്പൊ പെരുങ്കള്ളൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ വിവേചനാധികാരമാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒരാളെയും ഈ കേസിൽപ്പെട്ട ഒരാളെയും അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ CPM സംരക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞത് ഈ പാർട്ടി സെക്രട്ടറി തന്നെയല്ലേ? കേരളത്തിന്റെ വിശ്വാസ സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ള മുഴുവൻ ആളുകൾക്കും കൊടുത്ത ഉറപ്പല്ലേ അത്? ആ ഉറപ്പ് പാലിക്കപ്പെടുക തന്നെ ചെയ്യും. ശരി, ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ, കോടതി നടപടികളും അതിന്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടെങ്കിൽ എനിക്കത് മനസ്സിലാകും. അതിനുശേഷം തന്ത്രി ഉയർത്തിയ ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായ മറുപടിയും കൊടുത്താൽ എനിക്കത് മനസ്സിലാകും. പക്ഷേ ഇവിടെ അതിനപ്പുറം തന്ത്രി കുറ്റക്കാരനാണ് എന്ന ഒരു തീർപ്പിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും എത്തുന്നതിലാണ് എനിക്ക് സംശയമുള്ളത്. കാരണം ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകേണ്ടത് CPMന്റെ ആവശ്യമായിരുന്നു എന്നും അന്വേഷണം വഴിതിരിച്ചു വിടാനാണെന്നും മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമെന്നുമാണ് രാഷ്ട്രീയമായിട്ടുള്ള വലിയ ആരോപണം CPMനെതിരെ, സർക്കാരിനെതിരെ, ഈ അന്വേഷണത്തിനെതിരെ ഉയരുന്നത്.
അവിടെ നിങ്ങൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയ വ്യക്തിയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ എന്ന ഒരു നറേഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ച് വാർത്ത തിരിച്ചുവിടേണ്ടെന്ന ഈ അന്വേഷണം തിരിച്ചുവിടേണ്ടുന്നതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന സംശയം കൂടുതൽ ബലപ്പെടും. ഈ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധരുടെയും തുടർച്ചയായിട്ടുള്ള ഒരു വാദഗതിയാണ് ഇങ്ങനെ ഈ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എന്നുള്ള നിലയിൽ. ഇത് ഈ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജിയിൽ തനിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ നീചമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് തന്ത്രിയാണ്. അദ്ദേഹം തന്റെ ജാമ്യ ഹർജിക്കകത്ത് അദ്ദേഹത്തിന് എളുപ്പത്തിന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു കുറുക്ക് വഴിയുണ്ട്. അത് നേരത്തെ ഉണ്ടായിട്ടുള്ള കാലം എത്രയോ കഴിഞ്ഞ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അതിന്മേലുള്ള പ്രതികാര വാഞ്ചയോട് കൂടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് തനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന് വരുത്തി തീർത്ത് ജാമ്യം കിട്ടിയതിനു ശേഷം സ്ഥിരം കുറ്റവാളികൾ നടത്തുന്ന അഭിപ്രായ അഭിനയ പ്രകടനമുണ്ട്. അതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എനിക്കിതിൽ യാതൊരുവിധ പങ്കാളിത്തവുമില്ല, ഞാൻ പൂർണ്ണമായും നിരപരാധിയാണ്, എന്നെ ഈ കേസിൽ കുടുക്കിയതാണ്. ഇത് ക്ലീശയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമീപകാലത്തുള്ള ചരിത്രം മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതിയല്ലോ. പ്രധാനപ്പെട്ട പല ആളുകളും ഹീനമായ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ട് അറസ്റ്റിലായി ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങൾക്ക് പുറത്തും ഇന്റർവ്യൂ നടത്തിയുമൊക്കെ തന്നെ വെളുപ്പിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളിലെ മറ്റൊരു ഏട് കൂടിയായി നമുക്ക് ഇതിനെ നോക്കിക്കാണാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളിൽ സ്വഭാവത്തിലൊക്കെ ഒരു കള്ളന്റെ എല്ലാവിധ കാര്യങ്ങളും അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയും. ശരി, എന്താണോ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അത് ആവർത്തിക്കുക തന്നെയാണ് സുരേഷും ഇവിടെ ചെയ്യുന്നത്. വസന്ത് തെങ്ങുംപള്ളി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ജാമ്യം ലഭിക്കുന്നത് ഒരു അന്തിമ തീർപ്പായി നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് വിചാരണയെയോ മറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെയോ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ജാമ്യം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കുറ്റക്കാരനല്ലാതാകുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുക, തന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുക എന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്കത് വേണ്ടി വരുന്നത്? നോക്കൂ, CPM പ്രതിനിധിയോട് അങ്ങ് ചക്ക എന്ന് പറയുമ്പോൾ അദ്ദേഹം ചക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു തരിമ്പിന്റെ പോലും, അതായത് അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോടതി പറഞ്ഞതുപോലെ അയോട്ട ഓഫ് എന്താ പറയുന്നത്, ഒരു കോമൺ സെൻസ് ഇല്ലാത്ത വാദഗതികളാണ് CPM പ്രതിനിധി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നു തന്ത്രി പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നാണ്. തന്ത്രി നിലവിൽപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് ഏതാ? അത് ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്ന ലിസ്റ്റിലാണ് SIT ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരുടേത് എന്നതിൽ CPMനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധിക്കോ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കോ എതിരഭിപ്രായം ഇല്ലല്ലോ, ഇല്ല. അപ്പോ തന്ത്രിയെ പെരുങ്കള്ളനായി നമ്മൾ അംഗീകരിക്കുകയാണ്. ഏത്? ജാമ്യം കിട്ടിയ തന്ത്രി, ഒന്നാമത്തെ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടിയ തന്ത്രിയെ പെരുങ്കള്ളനായി അംഗീകരിക്കുമ്പോൾ വിചാരണ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി 3 കോടതികളും ജാമ്യം തള്ളിക്കളഞ്ഞ് ഒടുക്കം 90 days സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന ടെക്നിക്കൽ ബെയിൽ മാത്രം കിട്ടിയ പോറ്റി മുതൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ N. വാസു, ആരായിരുന്നു? കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, പത്മകുമാർ, നിലവിലും CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പർ, N. വിജയകുമാർ, ആരാ? സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്, തുടങ്ങിയ പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കൾ, അവരാരും എന്തുകൊണ്ടാണ് ഈ പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിൽ വരാത്തത്? തന്ത്രിക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്നിരിക്കട്ടെ. എന്താണ് SITയുടെ വാദം ഈ കേസിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട്? അദ്ദേഹം തെറ്റായ രീതിയിൽ അനുജ്ഞ കൊടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. അനുജ്ഞ കൊടുത്തത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ, അദ്ദേഹം കൊടുത്ത അനുജ്ഞ ശരിയാണോ എന്നറിയണമെങ്കിൽ മറ്റൊരു തന്ത്രി വന്ന് അന്ന് അനുജ്ഞ ഉണ്ടായിരുന്നു എന്നത് നോക്കണം. അതിനുശേഷം ആയതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണം. ഇനി ഞാൻ നിങ്ങൾ പറയുന്ന വാദം അംഗീകരിക്കുകയാണ്, തന്ത്രിക്ക് പങ്കുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ SIT എവിടെയാണ് തന്ത്രി ഇതിൽ ചേർത്തിരിക്കുന്നത്? ഒന്ന് ഗൂഢാലോചനയാണ്. തന്ത്രിക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം രാവിലെ ശബരിമലയിൽ വന്നിരുന്ന് ഗൂഢാലോചന നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ തന്ത്രി ആ ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെടുന്നു, CPM പറയുന്ന കണക്കിന് തെളിയിക്കപ്പെടുന്നുവെങ്കിൽ സ്വാഭാവികമായും പത്മകുമാറിന്റെ ഗൂഢാലോചന കുറ്റവും നിങ്ങൾ എടുക്കേണ്ടതായി വരും, നിങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പത്മകുമാറിനെ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ വെച്ച് നിങ്ങൾ പൂവിട്ട് പൂജിക്കുന്നത്, ആനയിച്ച് ആഴി ഒഴിഞ്ഞ് നിങ്ങൾ കൂടെ ഇരുത്തിയിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യം തള്ളിക്കളഞ്ഞ പത്മകുമാർ അടക്കമുള്ളവർക്ക് നോക്കൂ, നടപടി എടുത്തിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ നടപടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, കുറ്റക്കാരല്ല എന്നും പറഞ്ഞിട്ടില്ല, ഒരു തരത്തിലും അവരെ ന്യായീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ
അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെ ന്യായീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നത്? അദ്ദേഹം നിഷ്കളങ്കനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിൽ എന്നതാണ് എന്റെ ചോദ്യം. രേണുവിനോട് പറഞ്ഞത് രേണുവിന്റെ സ്വന്തം അഭിപ്രായമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണു, ഒരു പ്രതിപട്ടികയിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ള നടന്ന അമ്പലക്കൊള്ള നടന്ന കേസിലെ പ്രധാനി, ഈ പറയുന്ന സുഭാഷ് കപൂർ മോഡൽ എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസിലെ പ്രധാനി, ആ പ്രധാനിയുടെ കേസിൽ കുറ്റപത്രം വരട്ടെ, അതുവരെ അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റില്ല, കുറ്റപത്രത്തിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കട്ടെ, ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ എന്ന് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു മാസ്ക് സൃഷ്ടിക്കപ്പെടും, ഒരു പുകമറ സൃഷ്ടിക്കപ്പെടും. ആ ഗ്യാപ്പിൽ നമ്മൾ കഴിഞ്ഞ എത്ര ദിവസമായി സ്വർണ്ണക്കൊള്ള ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാസ്ക് കൊടുക്കുന്നത് കൊണ്ടും ആ സംരക്ഷണ കവചം ഒരുക്കുന്നത് കൊണ്ടും കുറ്റപത്രം വരട്ടെ എന്ന് കാത്തിരിക്കുന്നത് കൊണ്ടും CPM-നെ നിങ്ങൾ ഉൾപ്പെടെ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മാധ്യമങ്ങൾ വിമർശിക്കുകയല്ലേ, അത് ചോദ്യം ചെയ്യുകയല്ലേ. ആ സാഹചര്യം ഇപ്പോഴുമുണ്ട്. നിങ്ങൾക്കത് തുടരുകയും ചെയ്യാം. അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം. തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ ചോദിക്കൂ. എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. അതുപോലെ ആരോപണ വിധേയനായ അറസ്റ്റിലായപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ തന്ത്രിയാണ് എന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ അദ്ദേഹം നിരപരാധിയാണ്, ഇത് വഴിതിരിച്ചു വിടാനാണ് എന്നൊരു നിലപാടിലേക്ക്, നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? രേണു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. തൽക്കാലം ന്യായീകരിക്കാൻ പറ്റാത്ത സുരേഷിന്റെ ആ ടേക്ക് കൂടി, ആ ഒരു എഫോർട്ട് കൂടി രേണു ഏറ്റെടുക്കണ്ട. എന്റെ സംശയമാണ്, എന്റെ സംശയം ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സുരേഷ് കുമാറിനോട് ചോദിക്കേണ്ടത് ചോദിച്ചു. 20 മിനിറ്റോളം 15 മിനിറ്റോളം എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷമാണ് താങ്കളോട് ചോദിക്കുന്നത്. രേണു ഈ ചർച്ചയിൽ ഏതായാലും CPM-ന് ഒരു പ്രതിനിധി ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം CPM-ന്റെ വാദം പറയട്ടെ. ഞാൻ രേണുവിന്റെ വാദത്തിന് ഉത്തരം പറയാം. ഒന്നങ്ങ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വരെ ചോദിച്ചോളൂ. അല്ലെന്നേ, തെരഞ്ഞെടുപ്പ് വരെ ഒന്നുമല്ല ചോദിക്കാൻ പോകുന്നത്. ഈ കേസിൽ ഇവർ ഈ പറയുന്ന കൊള്ളക്കാരെ പൂർണ്ണാർത്ഥത്തിൽ കൈയൊഴിഞ്ഞ് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഇവന്മാരെ പുറത്താക്കുന്നതോടെ വരെ ചോദിക്കും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിലും ചോദിക്കും. അങ്ങയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് അന്നോട്ട് ന്യായീകരിക്കുന്നത്? ആര് ന്യായീകരിച്ചു? അറസ്റ്റ് ചെയ്ത് അന്നോട്ട് കോൺഗ്രസ് അങ്ങനെ ടേക്കെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റിലായ സമയത്തും വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് തന്ത്രിയുടെ വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേണു ഞാനൊരു കാര്യം രേണുവിനോട് ചോദിക്കട്ടെ. അതായത് പാമ്പ് ചത്താൽ വാർത്ത എവിടം വരെ, പരുന്തു ചാകുന്നോടം വരെയാണ്. അതുകൊണ്ട് മന്ത്രിയെ ചോദ്യം ചെയ്ത വാർത്ത മുക്കിക്കളയാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നൊരു മാനം ആ കേസിന് അന്ന് തൊട്ടേ ഉണ്ട്. അത് ശരിയാണെന്ന് കോടതി കണ്ടല്ലോ. അത് തന്ത്രിയിൽ അന്വേഷണം തീർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു വാദം നിലനിൽക്കുകയുള്ളൂ. തന്ത്രിയിൽ അന്വേഷണം തീർന്നാൽ മാത്രമല്ലേ അങ്ങനെ ഒരു വാദം നിലനിൽക്കൂ. അന്വേഷണം തീർന്നോ? അല്ലല്ലോ. കാരണം എന്താ, ഈ 94 പേജുള്ള വിധിവാചകത്തിന്റെ ആദ്യം തന്ത്രിയുടെ മേൽ ഇൻടേക്ക് ചെയ്തിരിക്കുന്ന ചാർജസിന്റെ പേര് ബഹുമാനപ്പെട്ട കോടതി പറയുന്നുണ്ട്. അത് എല്ലാം ബെഞ്ച് ഓഫ് IPC സെക്ഷനുകളാണ്. ഒന്ന് വ്യാജരേഖ ചമച്ചു, വ്യാജരേഖ എന്ന് വെച്ചാൽ വ്യാജ വിഗ്രഹം എന്ന് നമുക്ക് ഈ കേസ് എടുക്കാം. 2 ഗൂഢാലോചന നടത്തി 120B തുടക്കി 463 467 തൊട്ട് ഒരു ബെഞ്ച് ഓഫ് IPC സെക്ഷനുകൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. ആയതുമായി ബന്ധപ്പെട്ടാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ 94 പേജുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. അതിൽ 49 പോയിന്റുകളിലായി ഈ ഓരോ സെക്ഷനുകളും എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തരത്തിൽ തന്ത്രി നാളെ പോയി FIR കോഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധി ഉണ്ടാകാതിരിക്കാൻ താങ്കൾ ഒരു അഭിഭാഷകനാണ്. അല്പം മുൻപ് നമ്മളോടൊപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ ജോയിൻ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കൾ ഒരു അഭിഭാഷകനായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിലെ കോടതിയുടെ പരാമർശങ്ങളോ കണ്ടെത്തലുകളോ ആ കേസ് അന്വേഷണത്തെ ബാധിക്കില്ല എന്നുള്ള പ്രാഥമികമായ ബോധം താങ്കൾക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം തീർന്നു, തന്ത്രി കുറ്റവിമുക്തനായി എന്ന തരത്തിൽ താങ്കൾ ഈ ചർച്ചയെ തെറ്റിദ്ധരിപ്പിക്കരുത്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. MG രേണു അങ്ങൊരു കാര്യം മനസ്സിലാക്കൂ, അങ്ങനെ ഒരു ബോധം നിയമരംഗത്തെ ഇല്ല. അല്ല, അത് അഭിഭാഷകനായ സുരേഷ് പറയുന്നത് അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങെടുത്ത് അവതരിപ്പിക്കരുത്. അങ്ങ് സ്വയം ഇളിഫിയാത്തുള്ളൂ. ഈ ഞാൻ അവതരിപ്പിച്ചില്ല, ഞാൻ അദ്ദേഹത്തിന്റെ വാദമല്ല അവതരിപ്പിച്ചത്. നമുക്ക് പാനലിൽ തന്നെ ഒരു സുപ്രീം കോടതി അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അത് മാത്രവുമല്ല, ജാമ്യാപേക്ഷയിലെ പരാമർശങ്ങൾ അന്വേഷണത്തെ ബാധിക്കില്ല എന്നും ജാമ്യം എന്ന് പറയുന്നത് കുറ്റവിമുക്തനാക്കലല്ല എന്നും അതിന്റെ പ്രാഥമിക നിയമ സംവിധാനത്തിലെ ബോധം എനിക്കുമുണ്ട്. രേണു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആരാണ് കേസ് ഡയറി പരിശോധിക്കുന്നത്? ഏത് ബെഞ്ചാ?
ഏത് ബെഞ്ചാ കേസ് ഡയറി പരിശോധിക്കുന്നത്? അത് പരിശോധിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിന് പലതവണ നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകുന്നില്ല എന്ന് പറയേണ്ടി വരുന്നത്. രണ്ട്, ഇത് ഇന്ന് തന്നെ ഇതിന് മുമ്പിരുന്ന ചർച്ചയിലും ഈ പറയുന്ന ഇടതു പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് SIT റിപ്പോർട്ട് ഈ കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല, അത് സീൽഡ് കവറിൽ മറ്റേ കോടതിയുടെ മുമ്പിലാണ് വരുന്നത്. അവിടെ ഒരു റിപ്പോർട്ട്, ഇവിടെ വേറൊരു റിപ്പോർട്ടാണ് SIT കൊടുക്കുന്നത്. തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടും ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥനോടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കും. ആ വിഷയത്തിൽ എന്തൊക്കെ എവിഡൻസുകളാണ് കയ്യിലുള്ളത് എന്ന് SITയോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് വരുന്നത്. അതായത് SIT ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു റിപ്പോർട്ടും ഈ പറയുന്ന വിജിലൻസ് കോടതിയുടെ മുമ്പിൽ മറ്റൊരു റിപ്പോർട്ടും അല്ല സമർപ്പിക്കുക. SIT സീൽഡ് കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്ന് ശരിയാണ്. അതിനോട് സമാനമായ തന്ത്രിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കളയാൻ ആവശ്യമായ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പ്രോസിക്യൂഷൻ മുഖേന SIT കോടതിയിൽ സമർപ്പിച്ചേനെ. അത് സമർപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് there is nothing, an iota of evidence, ഒരു തരിമ്പ് പോലും തെളിവില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വരുന്നത്. രണ്ട്, ഈ പറയുന്ന ജാമ്യാപേക്ഷ പരിഗണിച്ച വിജിലൻസ് കോടതി, ജാമ്യം നൽകിയ വിജിലൻസ് കോടതി 93 പേജുള്ള സവിസ്തരമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ തന്ത്രിക്ക് അതിൽ സ്വാഭാവികതയോ ഉണ്ടെന്ന് നമുക്ക് ഡിബേറ്റബിൾ ആണ്. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ 100 പേജിൽ എഴുതാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ 1 പേജിൽ വിധി പ്രസ്താവന നടത്തണം. അതൊന്നും ഞാനോ രേണു അതിന് ഉള്ള അവകാശമുള്ളവരല്ല. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ചിലപ്പോൾ 1000 പേജ് എഴുതിയെന്ന് വരും, 1000 പേജും വായിക്കേണ്ടി വരും. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? കോടതി തീരുമാനിച്ചു ഈ പറയുന്ന ഓരോ ചാർജസും, IPCയുടെ ഓരോ ചാർജസും സവിസ്തരമായി പരിഗണിക്കണം, സവിസ്തരമായി അതിനെപ്പറ്റി പഠിക്കണം, അത് ഇഴകീറി പരിശോധിച്ച് വേണം വിധി പ്രസ്താവം പുറത്തിടാൻ എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ സെക്ഷനുകളെ പറ്റിയും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് നിൽക്കില്ല, കാരണം ഇതിന് ഇന്ന എവിഡൻസ് തന്നിട്ടില്ല. 463 നിൽക്കില്ല, എവിഡൻസ് തന്നിട്ടില്ല. 120B നിൽക്കില്ല, എവിഡൻസ് തന്നിട്ടില്ല. ഈ പറഞ്ഞ എന്തേലും ഒരു സെക്ഷനിൽ, ഈ പറയുന്ന തന്ത്രിയുടെ മേൽ ഇൻടാക്ട് ചെയ്ത ഏതെങ്കിലും ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഒരു തെളിവ് നൽകാൻ എന്തുകൊണ്ടാണ് SITക്ക് സാധിക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? SIT ഈ തെളിവ് കൊടുത്തിരുന്നെങ്കിൽ കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കോ? ഇപ്പൊ SIT നാളെ രാവിലെ അപ്പീൽ പോകാൻ പോകുന്നു, മേൽക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് വാർത്ത നിങ്ങളടക്കം പുറയിൽ വിടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മേൽക്കോടതിയെ സമീപിക്കുമ്പോഴും ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുമ്പോൾ SIT അവിടെ സമർപ്പിക്കേണ്ടി വരുന്ന ഒരു എവിഡൻസുകൾ ഉണ്ടല്ലോ. വെറുതെ പോയി ഇത് ജാമ്യം റദ്ദാക്കണം, അദ്ദേഹം വെളി വന്ന ശേഷം ഞങ്ങൾക്കെതിരെ പറഞ്ഞു, അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് ചെന്നാൽ ഹൈക്കോടതി SITയെ വിമർശിക്കാനാണ് സാധ്യത കൂടുതലും. എടുത്ത് ഈ പറഞ്ഞ ഡസ്റ്റ്ബിന്നിൽ തള്ളും അവരുടെ ഈ അപ്പീൽ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവിടെ സമർപ്പിക്കണമല്ലോ ഏത് ഈ പറയുന്ന എവിഡൻസുകൾ. ഇന്ന കാരണത്താൽ ഇന്ന എവിഡൻസ് ഉണ്ട്, അതുകൊണ്ട് അദ്ദേഹം വെളിയിൽ പോകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ 10 സെക്കൻഡ്, ഇന്ന കാര്യമുണ്ട് അതുകൊണ്ട് വെളിയിൽ പോകാൻ പാടില്ല എന്ന് പറയണമല്ലോ. ആ കാര്യം വിജിലൻസ് കോടതി പറഞ്ഞാൽ മതിയായിരുന്നു. ആ കാര്യം പ്രോസിക്യൂഷൻ മുഖേന വിജിലൻസ് കോടതിയിൽ അവതരിപ്പിച്ചാൽ മതിയായിരുന്നു. ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുമായിരുന്നില്ലല്ലോ. അപ്പോ കോടതി ജാമ്യം നൽകിയ ഒരാൾ നാളെ രാവിലെ ഇപ്പോൾ സ്വാഭാവിക ജാമ്യം നേടി മറ്റ് പ്രതികൾ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വിധത്തിൽ അന്വേഷണം പുരോഗമിച്ചിട്ടില്ല, തെളിവ് ശേഖരണം പൂർത്തിയായിട്ടില്ല എന്നൊരു സാഹചര്യത്തിലാണല്ലോ. പക്ഷെ അത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എന്താണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞത്? ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഈ കാലതാമസം സ്വാഭാവികമാണെന്ന് പറഞ്ഞു. അതിസങ്കീർണമായ കേസാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ തന്ത്രിക്കെതിരെയുള്ള തെളിവ് 41 ദിവസത്തിനകം എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇതൊക്കെ കോടതിയുടെ മുന്നിൽ വന്നതാണ്. മറ്റുള്ളവരുടെ കേസിലും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന കാര്യം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ കോടതി തന്നെയാണ് പറഞ്ഞത്. അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. ഇതിൽ തെറ്റുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പറഞ്ഞ് SITക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് മേൽക്കോടതിയല്ലേ? ക്ലീൻ ചിറ്റ് ഒന്നും കൊടുത്തൊന്നുമില്ല. രേണു പറയുന്നത് തെറ്റാണ്. എന്താണെന്ന് അറിയാമോ? ഒന്ന്, ഈ ജാമ്യം പരിഗണിച്ചില്ല എന്ന് പറയരുത്. അതായത് പോറ്റിക്ക്, പത്മകുമാറിന്, ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. അങ്ങ് പറയുന്നത് ശരിയാണ്. സ്വാഭാവിക ജാമ്യം എന്നാണ് അതിന് നമുക്ക് മലയാളീകരിക്കാൻ പറ്റുക. ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ BNS ആണ് അനുവദിക്കുന്നത്. എന്തുകൊണ്ടാണ്? 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്ത കേസിൽ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിനു മുമ്പ് ഇവർ ജാമ്യത്തിന് വേണ്ടി കോടതികളെ സമീപിച്ചിരുന്നു. അപ്പോൾ ജാമ്യം തള്ളിക്കളഞ്ഞു, അവരുടെയൊക്കെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹൈക്കോടതി മാത്രമല്ല സുപ്രീം കോടതി പോലും ഈ കേസിലെ പല പ്രതികളുടെയും ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. അങ്ങനെ തള്ളിക്കളഞ്ഞെടുത്താണ് ഒന്നാമത്തെ കോടതിയിൽ തന്നെ, ഫസ്റ്റ് കോടതിയിൽ, ഏത് കോടതിയിലാണോ ആദ്യം പോയത് ആ കോടതിയിൽ തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. മറ്റവർ പോയടത്തെല്ലാം തള്ളിക്കളഞ്ഞു. അവർക്ക് കിട്ടിയത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ല എന്ന പേരിലുള്ള
എന്താണ് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. ചാർജ് ഷീറ്റും എവിഡൻസുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. എവിഡൻസുകൾ ചാർജ് ഷീറ്റിൽ പറയുമെങ്കിലും ഈ പറയുന്ന പ്രോസിക്യൂഷന് മുമ്പാകെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്തെങ്കിലും എവിഡൻസുകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അഭിഭാഷകനോട് പറയും. അയാൾ അത് എവിടെ പറയും? ഈ പറയുന്ന വിജിലൻസ് കോടതി പറയും. അങ്ങനെ ഇപ്പൊ രേണുവിന്റെ വാദം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 41 ദിവസം, ഇനിയൊരു 49 ദിവസം കൂടെ കടന്നിട്ട് ഈ ജാമ്യാപേക്ഷ ഒന്നും വെക്കണ്ടായിരുന്നല്ലോ. തന്ത്രി മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കെട്ടി വെളി വന്നാനല്ലോ. എന്തിനാണ് അദ്ദേഹം ജാമ്യത്തിന് പോയത്? അങ്ങനെയാണ് എന്തിനാണ് പത്മകുമാറും വാസുവും ഈ പറയുന്ന പോറ്റിയും ജാമ്യാപേക്ഷയുമായി 90 ദിവസത്തിന് മുമ്പേ കോടതികളെ സമീപിച്ചത്? കോടതികളെ സമീപിച്ചപ്പോൾ എല്ലാ കോടതികളും ആ സൈഡിൽ നിൽക്കുന്ന ഈ ഭൂലോക കള്ളന്മാർ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ കൂട്ടത്തിൽ ഏതാണ്ട് അപ്പുറത്തെ സൈഡിലുള്ള മുഴുവൻ പേരുടെയും ജാമ്യം എല്ലാ കോടതിയും തള്ളി. ഒരാൾ പോലും കൊടുത്തില്ല. ലാസ്റ്റ് ചാർജ് ഷീറ്റ് വൈകി എന്ന പേരിലുള്ള ജാമ്യമാണ് കിട്ടിയത്. ഇപ്പുറത്ത് ഒരേ ഒരാളുടെ ആദ്യത്തെ കോടതിയിൽ ചെന്നപ്പോൾ തന്നെ കോടതി ജാമ്യം അനുവദിച്ചു. അത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലല്ല. രണ്ടാമത് ഒരു കാര്യം 10 സെക്കൻഡ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. അതായത് രേണുവും ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധിയും പറഞ്ഞത്, കോടതി പറഞ്ഞല്ലോ ഇത് നല്ല രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്, സൂപ്പറാണ്, അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. കോടതി എന്താ പറഞ്ഞത്? കോടതി പല തവണ ശരിയായ ദിശയിലാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നേ പറയട്ടെന്നേ. അത് എന്തുകൊണ്ടാ പറയുന്നത്? അത് നവംബർ 25, ഒക്ടോബർ 21, ഒക്ടോബർ 21, ഒക്ടോബർ 28, നവംബർ 25, നവംബർ 3 അടക്കമുള്ള വിവിധ വിധികളിൽ SIT ചെന്നിട്ട് ഒന്നും സമർപ്പിക്കാൻ പറ്റാതെ വന്ന ഓരോ വിധികളിലും കൃത്യമായി കോടതി വിമർശിച്ചിട്ടുണ്ട്. അവസാനം സമയം തീരാറായി. സമയം തീരുന്ന 90 ഡേയ്സിലെത്തിയപ്പോൾ കോടതി തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അവർ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ്. അപ്പൊ സ്വാഭാവികമായും അവരുടെ മൊറയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ സംരക്ഷിച്ചു വർത്താനം പറയുക എന്നത് കോടതിയുടെ മാന്യതയാണ്. കോടതി പറഞ്ഞു കുഴപ്പമില്ല, മൊറയിൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്ന് മാത്രവുമല്ല, ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കേസാണ്. അത് കാലതാമസം എടുക്കും എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ, അതിൽ പ്രശ്നങ്ങളില്ല എന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ അതിന്റെ സങ്കീർണത, ഈ കേസിന്റെ സങ്കീർണത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. താങ്കൾ പ്രാഥമികമായി വിശദീകരിച്ചല്ലോ. നമുക്ക് BJP പ്രതിനിധിയിലേക്ക് കൂടി പോകണം. ശ്രീ മനുപ്രസാദ്, ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ്, നേരത്തെ തന്നെ BJP തന്ത്രിയുടെ അറസ്റ്റിനെതിരെ രംഗത്തുണ്ടായിരുന്നു. അന്വേഷണം വഴിതിരിച്ചു വിടുക എന്നതാണ് ഈ അറസ്റ്റിന്റെ ലക്ഷ്യമെന്ന് BJP ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഈ ജാമ്യം ലഭിക്കുന്നു. ജാമ്യാപേക്ഷയിൽ തന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണോ ഈ വിഷയത്തിൽ തന്ത്രിക്ക് അനുകൂലമായ വളരെ ശക്തമായ നിലപാടിലേക്ക് BJP ഇപ്പോൾ നീങ്ങുന്നത്? ഈ സംഭവങ്ങളുടെ തുടക്കം മുതൽ തന്നെ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തി അതിൻ്റെ പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. BJP ആ കാര്യത്തിലെല്ലാം വ്യക്തതയുണ്ടായിരുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ശബരിമലയിൽ തന്ത്രിക്ക് നേരെ ഇവർ ഉയർത്തിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യതയുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതാപരമായ കാര്യമാണ്. എങ്കിലും ഞങ്ങൾ പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോരെ, ഞങ്ങൾ തന്ത്രിയുടെ വക്താക്കളല്ല. പക്ഷേ ഇന്ന് കോടതി തന്നെ ജാമ്യം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നു, അവിടുത്തെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ്. അതുതന്നെ വസ്തുതാവിരുദ്ധമല്ലേ എന്ന് കോടതി തന്നെ ചോദിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തന്ത്രി എന്ന് പറയുന്നത് അവിടുത്തെ നിയമപരമായ ഭരണഘടനാപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഇടപെടാൻ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥനല്ല. അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഇടപെടാൻ നിശ്ചയിക്കപ്പെടാത്ത ഒരാൾ മിണ്ടാതിരുന്നു, മൗനമായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നെ തുടർച്ചയായി ശബരിമലയിൽ നിർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിന്നീട് അവിടുത്തെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ്. ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ അധികൃതർ നേരിട്ട് നടത്തിയതാണ്. അതിനെ തുടർന്ന് അകത്തുപോയ ഓരോരുത്തരും സ്വാഭാവിക ജാമ്യം കിട്ടിയാണ് പുറത്തു വരുന്നത്. അല്ലാതൊരു ജാമ്യം തന്നെ അവർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ശബരിമലയിൽ മണ്ഡലകാലം നിലനിൽക്കെ തന്നെ ശബരിമലയിൽ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ ശങ്കർ ദാസ് അങ്ങനെ തുടങ്ങി കുറേ ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ആളാണ്, സീനിയർ നേതാവാണ്, കുറച്ചുകൂടെ പ്രായാധിക്യമുള്ള ആളാണ്, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്, അതുകൊണ്ടൊന്നും ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ തന്ത്രിയെ ശബരിമല മണ്ഡലകാലം നടക്കുമ്പോൾ അയ്യപ്പ വിശ്വാസികൾ ശബരിമലയിലേക്ക് പോകുന്ന അതേ കാലയളവിൽ ആ ശബരിമലയിലെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യക്തമായ ഒരു രേഖകളുമില്ല എന്ന് മാത്രമല്ല, രേഖകളായി ഇവർ സമർപ്പിച്ചതെല്ലാം കള്ളങ്ങളാണ് എന്ന് പൊളിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യം. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ബോധപൂർവമായി നടത്തിയൊരു തീരുമാനമാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നില്ല.
എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ തന്ത്രിക്ക് അനുകൂലമായിട്ട് വരുന്നത് സ്വാഗതാർഹമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ശരിക്കുള്ള ഗുണഭോക്താക്കൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ആയിരുന്നു. ആ സുവർണാവസരമായിരിക്കുമോ അവരെയും ഈ നിലപാടിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത്? കോൺഗ്രസ് എക്കാലവും രാഷ്ട്രീയത്തിനും വോട്ടിനും വേണ്ടി ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ തവണത്തെ വോട്ടിൽ അവർക്ക് കിട്ടിയോ ഇവർക്ക് കിട്ടിയോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്, കോൺഗ്രസ് ഉൾപ്പെടെ ഈ സ്വർണ്ണക്കേസിൽ പ്രതികളാണ്. സോണിയാഗാന്ധി ഉൾപ്പെടെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. SITയുടെ അന്വേഷണം സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒരുമിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് VD സതീശൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കൾക്ക് പ്രതികരിക്കാൻ സമയമില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു സ്വർണ്ണക്കള്ളക്കാരനായിട്ടൊരാൾ സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ എത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും പറയാൻ അവരൊന്നും തയ്യാറല്ല. 2, തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവമായ ഒരു അറസ്റ്റ് ചെയ്തതാണ്. അതിൽ കോടതി തന്നെ ജാമ്യം കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞ 8 കാര്യങ്ങളും അതിൽ കോടതി എടുത്തു ചോദിച്ചു. തന്ത്രിയുടെ ഒപ്പം ജോലി ചെയ്തയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് നിങ്ങൾ പറഞ്ഞു, അത് തെറ്റാണ്. തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്നുള്ളത് ഒരു തന്ത്രി തീരുമാനമെടുക്കേണ്ടതോ ഒപ്പുവെക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. സ്വർണ്ണപ്പാളിയാണ് എന്ന് രേഖപ്പെടുത്തിയ ഒരേ ഒരാൾ തന്ത്രിയാണ്. ബാക്കിയുള്ളവരും ചെമ്പ് പാളികളെന്ന് പറയുമ്പോൾ സ്വർണ്ണപ്പാളിയാണ്, അതിൽ ചെമ്പ് തെളിയുന്നു എന്ന് എഴുതിയതും പറഞ്ഞതും തന്ത്രിയാണ്. വാജിവാഹനം എൻ്റെ വീട്ടിലുണ്ട് എന്ന് തന്ത്രി പരസ്യമായി പറഞ്ഞതാണ്. അതിനുശേഷം ഇവർ പോയി റെയ്ഡ് ചെയ്യുന്നതോ പുതിയത് കണ്ടെത്തി എന്ന മാനസികാവസ്ഥയിലേക്കുള്ള പ്രചരണങ്ങൾ നടത്തി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അതിൻ്റെ എല്ലാം ഒരു ആസൂത്രണമുണ്ട്. ഈ ശബരിമല അന്വേഷണം തിരിച്ചുവിടാനുള്ള പരിശ്രമങ്ങൾക്ക് ഇരുകൂട്ടരും ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ മനു നോക്കൂ, ഈ വിഷയത്തിൽ ആരോപണ വിധേയനാണ്, പ്രതിപട്ടികയിലുള്ള ആളാണ് തന്ത്രിക്ക് ജാമ്യം നേടുക എന്നത് ആവശ്യമാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ജാമ്യാപേക്ഷയിൽ പറയും. അതിലാണ് ഈ CPMവുമായി ബന്ധപ്പെട്ടുള്ള പകപോക്കലാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണം ഉള്ളത്. അപ്പോൾ ജാമ്യാപേക്ഷയിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ പറയുന്നത് അവർക്ക് ജാമ്യം കിട്ടാനുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ നിങ്ങളുടെ നേതാവ് ശ്രീധരൻ പിള്ള കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും കഴിഞ്ഞ ദിവസങ്ങളുമായി പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ആരുടെ ഉപദേശം അനുസരിച്ചാണ് തന്ത്രി ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമായി വരും. അല്ല, ശ്രീധരൻപിള്ള സാർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നിലയിൽ ഉപദേശം കൊടുത്തുവെന്ന് ഞാൻ കേട്ടിട്ടില്ല. നിയമജ്ഞൻ അതിന് നിയമപരമായ കാര്യങ്ങളോ അദ്ദേഹമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാവും. അതെല്ലാം ശ്രീധരൻപിള്ള സാർ വരെ നിങ്ങൾ സംസാരിച്ചിട്ട് വിലയിരുത്തി മനസ്സിലാക്കുന്നതാണ്. ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ഞാനിതിലൊക്കെ നിങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ കൃത്യമായ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞതാണ്. കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹം BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു എന്നതും വ്യക്തമാണ്. ഞാൻ പറയട്ടെ, സുവർണാവസരം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഇതേ ന്യൂസ് 18നോട് പറഞ്ഞതാണ്, കേരളത്തിൻ്റെ മണ്ണിൽ ഹിന്ദു വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന, കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും തുറന്നു കാണിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. അതിൽ വോട്ട് കിട്ടിയില്ലെന്ന് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും. അങ്ങ് പറഞ്ഞല്ലോ മറ്റുള്ളവർക്കെല്ലാം 90 ദിവസം നിൽക്കുമ്പോൾ, ഞാൻ പറയട്ടെ, 90 ദിവസം നിൽക്കുമ്പോൾ എന്തുകൊണ്ട് തന്ത്രിക്ക് 41 ദിവസത്തിൽ ജാമ്യം കിട്ടി? കോടതി തന്നെ ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ SIT അന്വേഷണം നടത്തിയിട്ട് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ നമ്മുടെ തന്ത്രിയും ഒരേ കാലയളവിൽ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരായിരുന്നു, ജോലിക്കാരായിരുന്നു എന്ന നിലയിലല്ലേ പറഞ്ഞത്? അത് തെറ്റാണ് എന്ന് കോടതിക്ക് തന്നെ ചോദിക്കേണ്ട സാഹചര്യം വന്നില്ലേ ആ ജാമ്യം കൊടുക്കുന്ന സമയത്ത്? അതോടൊപ്പം തന്നെ വാജിവാഹനം, അതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ SIT നീങ്ങുന്നു, മേൽക്കോടതിയെ ഞാൻ ചോദിച്ചത് അപ്പം നടത്തിയ അന്വേഷണത്തിലുള്ള തെറ്റ് പറ്റിയില്ലേ? നടത്തിയ അന്വേഷണത്തിൽ കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ തന്നെ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ അത് ആസൂത്രണം ചെയ്തതല്ലേ? ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിലെ അത് കോടതി തന്നെ പറഞ്ഞല്ലോ ആ കാലയളവല്ലാന്ന്. തെറ്റാണോ? അത് ആ കാലയളവല്ല കോടതി തന്നെ ചോദിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ രേണുക, ആ കാലയളവ് എന്താണ് വ്യക്തമായിട്ടുള്ളത്? ഇവിടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും അവസാന വാക്ക് തന്ത്രിയാണ് എടുക്കേണ്ടതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലേ? ഈ ബെയിലിലും പറയുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ആചാരപരമായ കാര്യങ്ങളിലെ ഫൈനൽ തീരുമാനമെടുക്കുക എന്നതാണ്. അവിടെ അക്കാര്യങ്ങളിൽ അദ്ദേഹം ഉപദേശം തേടുന്നത് BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തിയിൽ നിന്നാണ് എന്നല്ലേ ഇപ്പോൾ വെളിവാകുന്നത്? അതല്ലേ അദ്ദേഹവും സമ്മതിച്ചിരിക്കുന്നത്? യുവതീ പ്രവേശനം നടന്നാൽ അവിടെ ആചാരത്തിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് തന്ത്രി പറയേണ്ടത് BJP നേതാവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണോ? അല്ല, BJP നേതാവിന്റെ ഉപദേശം തീരുമാനിച്ചിട്ടാണ് തന്ത്രി അങ്ങനെ തീരുമാനം എടുത്തത് എനിക്ക് അഭിപ്രായമില്ലാന്ന്. ശ്രീധരൻപിള്ള സാറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം. അത് BJP അങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനമല്ല.
അത് ശ്രീധരൻപിള്ള സാറിന് എന്തെങ്കിലും തന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങളോ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളോ അദ്ദേഹം ഇവിടെയുണ്ട്, നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ആളാണ്, ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ചോദിക്കുക. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹത്തെ കോടതി ഇന്ന് പുറത്തുവിട്ടപ്പോൾ പറഞ്ഞ് അങ്ങനെ സമ്മതിക്കുന്നില്ല. SIT കണ്ടെത്തി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, കൊണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യം എന്താണ്? ഒരേ കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഇദ്ദേഹത്തിന് വാജിവാഹനത്തെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്നുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. ഇദ്ദേഹം മൗനമായിരുന്നു എന്ന വാചകമാണ് ഉന്നയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരാളാണ് തന്ത്രി എന്ന് നിലനിൽക്കെ ദേവസ്വം ബോർഡിൻ്റെ മേൽഘടകം എടുക്കുന്ന എല്ലാ തീരുമാനത്തിനും അനുമതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അതും കോടതി പറഞ്ഞല്ലോ. അപ്പോൾ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു, ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കോടതി പറഞ്ഞത് വ്യക്തമാണ്. രാഹുൽ ഈശ്വർ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, പെരുങ്കള്ളനാണ് തന്ത്രി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. വളരെ സ്വാഗതാർഹമായ പ്രസ്താവനയാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ ആരാണ് തന്ത്രിയെ കുടുക്കിയെന്ന് പകൽ പോലെ വ്യക്തമാകുക. ഞാൻ അടക്കമുള്ള പല ആൾക്കാരും CPMന്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം. അതായത് CPM പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഹിന്ദു ക്ഷേത്രത്തിലെ തന്ത്രിയെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കുമോ എന്ന സംശയം ഉണ്ടാകാം. ഗോവിന്ദ മാഷ് വെളിയിൽ അത് വിളിച്ചു പറഞ്ഞതോടുകൂടി പാവിട്ട വാക്കായിരിക്കാം. പക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും മനസ്സിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറി ഇതിന്റെ പിന്നിൽ CPMന്റെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് പകൽ പോലെ വ്യക്തമായില്ലേ? ഇല്ലെങ്കിൽ ഗോവിന്ദ മാഷിന് എങ്ങനെയാണ് കോടതിക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അറിയുക? ഗോവിന്ദ മാഷ് എന്തായാലും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആളോ അല്ല, നിയമമന്ത്രിയല്ല. പക്ഷേ ഗോവിന്ദ മാഷ് പെരുങ്കളനാണെന്ന് പറഞ്ഞോടുകൂടി തന്ത്രി കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി, ക്ലീൻ ചിറ്റോടുകൂടി ജനങ്ങളുടെ മനസ്സിന്റെ മുമ്പിലേക്ക് വരികയാണ്. കാര്യം CPMന്റെ രാഷ്ട്രീയ, ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിക്കുക, CPMന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് വ്യക്തമായില്ലേ? തീർന്നില്ല. എനിക്കതിലൊരു വിഷമമുണ്ട്. പത്മകുമാർ സാറിനെയും അല്ലെങ്കിൽ വാസു സാറിനെയും അടക്കം കള്ളന്മാരെന്ന് വിളിക്കുന്നത് വളരെ ദുഃഖകരമാണെന്നാണ് എനിക്ക് നമ്മുടെ ഗോവിന്ദ മാഷോട് പറയാനുള്ളത്. ഗോവിന്ദ മാഷ് പറഞ്ഞത് ആ ലിസ്റ്റിൽ ഉള്ളതാണ്. ആ ലിസ്റ്റിൽ തന്ത്രിയേക്കാൾ, തന്ത്രി 11ാം 9ാം പ്രതിയും 11ാം പ്രതിയും ഒക്കെയാണ്. ആ ലിസ്റ്റിൽ കൂടുതൽ മേൽപ്രതികളായി നിൽക്കുന്ന പത്മകുമാർ സാറും വാസു സാറും ഒക്കെ പെരുങ്കള്ളന്മാരാണെന്നാണോ ഗോവിന്ദ മാഷ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇതൊന്നുമല്ല, വിഷയം സിമ്പിൾ ആണ്. ശബരിമല തന്ത്രിയെ കൊടുക്കുന്നതാണ് CPMന് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുക. എങ്ങനെ? CPMന് നേരെ ചോദ്യം ചേരങ്ങൾ ഒരുങ്ങുമ്പോൾ അതിന്റെ മുനയൊടിക്കാൻ, ആ ചോദ്യശരങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ SIT ഉപയോഗിച്ച് SITയെ PIT ആയി മാറ്റി, ശ്രീ പിണറായി വിജയൻ ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറ്റി തന്ത്രിയെ കുടുക്കിയെന്ന് ഇപ്പം വ്യക്തമായില്ലേ? അതുകൊണ്ടല്ലേ അയോട്ട ഓഫ് എവിഡൻസ് പോലും തന്ത്രിക്കെതിരെ ഇല്ലെന്ന് പാരഗ്രാഫ് 88-ൽ 91-92 പേജിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് എഴുതേണ്ടി വന്നത്. ഇത് 81ാം പേജിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ തന്ത്രിക്ക് അനുകൂലമായി കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു വിധിന്യായത്തിൽ പോലും ബെയിൽ കേൾക്കുന്ന വിധിന്യായത്തിലും എഴുതി. ശരി, ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ അല്ല, ഈ ഒരു പരാമർശത്തോടു കൂടി തന്നെ, ഇപ്പോൾ നിയമമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യത്തോടു കൂടി തന്നെ ഇത് സർക്കാരിന്റെ ഇൻട്രസ്റ്റിൽ SITയെ ഒരു ഘട്ടത്തിൽ സർക്കാർ ഹൈജാക്ക് ചെയ്തു എന്നതായിരുന്നു നേരത്തെ മുതൽ ഇരുന്ന ആരോപണം. ആ ഹൈജാക്ക് ചെയ്ത SIT ഉപയോഗിച്ച് അന്വേഷണം വഴിതിരിച്ചു വിടാൻ CPM ചെയ്തതാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്നു എന്നതാണ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായിരിക്കും ഇനി അങ്ങോട്ട് പ്രചരണ തന്ത്രം. നാളെ സഭ ചേരാനിരിക്കുമ്പോഴൊക്കെ അതായിരിക്കും ആംഗിൾ. അപ്പൊ അതിനു മുൻപ് ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ 1-2 കാര്യങ്ങൾ ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. അതിലൊന്ന്, അദ്ദേഹം പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത വേളയിൽ BJPയുടെ പ്രസ്താവന എന്നാണ്. അങ്ങനെയല്ല. ഈ പ്രേക്ഷക സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ താങ്കൾ അഭിപ്രായ പ്രകടനം നടത്തരുതായിരുന്നു. BJPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്ത ഉടൻ തന്നെ തന്ത്രിയുടെ വീട്ടിലേക്ക് പോയി. അന്നേ അതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ അന്നും തന്ത്രിയോടൊപ്പം ആണെന്നും നിങ്ങളുടെ ഗൂഢാലോചനയാണെന്നും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അന്നേ ഉണ്ടെന്നാ പറഞ്ഞേ. അല്ല, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അഭിപ്രായത്തിൽ വ്യത്യാസമില്ല എന്നാണ്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധയോടെ കേട്ടിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്റെ ഉദ്ദേശം അന്നും ഉണ്ടായിരുന്നു, ഇന്നാണ് കോൺഗ്രസ് വന്നത്. ഞങ്ങൾ അന്നേ ഉണ്ടായിരുന്നു എന്നും ഞങ്ങൾ തന്ത്രിക്കൊപ്പമായിരുന്നു എന്നും. പക്ഷെ നിയമപരമായി തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നുള്ള ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇന്നും കൊടുക്കാൻ പറ്റില്ല. അഭിപ്രായത്തെ മുൻനിർത്തിയാണ് ഞാൻ ഈ ശരി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതായിരുന്നു BJPയുടെ നിലപാടെന്ന് തൊട്ട് മുൻപ് താങ്കളുടെ അവസരത്തിൽ താങ്കൾ പറഞ്ഞതാണ്. അങ്ങനെയല്ല, EDയുടെ റെയ്ഡ് അടക്കം ഉണ്ടാകും എന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയും ആഭിമുഖ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത് BJPയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്
ഹിന്ദുവിനെതിരായിട്ടുള്ള വരുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കലല്ല. നിങ്ങൾ പറയുന്നത് കപട ദേശീയതയും കപട ഹിന്ദുത്വവും ഹിന്ദുവിന്റെ അട്ടിപ്പേറവകാശം നിങ്ങൾ ഏറ്റെടുക്കാനുള്ള വ്യഗ്രതയുമാണ്. അങ്ങനെ ഒരു ഹിന്ദുവിന്റെയും അട്ടിപ്പേറവകാശം BJPയുടെയും RSSന്റെയും കയ്യിലേക്ക് ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ അവിടെ ചെയ്തത് ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുകയാണ്. തന്ത്രിക്ക് നിങ്ങൾ ഉപദേശം കൊടുത്തത് അഭിഭാഷകൻ എന്ന വ്യാജേന, അല്ലെങ്കിൽ അഭിഭാഷകന്റെ രൂപത്തിൽ. ഇവിടെ തൊട്ടിപ്പുറത്ത് BJPയുടെ നിർവാഹക സമിതി കൂടിയിട്ട് ഇത് നമുക്കൊരു സുവർണ അവസരമാണ്, ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് പറയുന്നത് തുറന്നു കാണിക്കലല്ല. അതിന്റെ പേര് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കലാണ്. അത് ഈ കേരളത്തിൽ മതനിരപേക്ഷതയുടെ മതസൗഹാർദ്ദത്തിന്റെ പേര് കേട്ട ഈ കേരളത്തിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടി എന്നുള്ളത് വസ്തുതയാണ്. അതായത് രഹനാപാട്ടിനെയും ബിന്ദുവാമണിയും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ശബരിമലയിൽ കൊണ്ടുപോയി കേൾക്കാനുള്ള തീരുമാനം BJPക്ക് സുവർണാവസരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് CPM എടുത്തുന്നാണല്ലോ നിങ്ങളിപ്പോ പറഞ്ഞു വെക്കുന്നത്. അവിടുത്തെ സ്ത്രീകളെ, അവിടെ വരാൻ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ ശബരിമലയിൽ കൊണ്ടുപോയി കയറ്റി ആ അശുദ്ധി ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് BJPക്ക് സുവർണാവസരം ഉണ്ടാക്കി കൊടുക്കാൻ CPM പരിശ്രമിച്ചു എന്നാണ്. അതാ AKE സെന്ററിന്റെ അകത്ത് ഞങ്ങൾ വന്നിരുന്ന പിണറായി വിജയനും ഒക്കെ വിളിച്ചുകൂട്ടി അത് നടത്തുമെന്ന് പറഞ്ഞിട്ടാണോ? പാർട്ടിയുടെ നേതാവായിട്ട് എന്തും വിളിച്ചു പറയാന്നാണ്. തെറ്റാണ്. നിങ്ങൾക്കാണ് ഇതിന്റെ എല്ലാ അവകാശം തന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാവരുടെയും അവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നിരിക്കുന്നു എന്നാണ് വിചാരം. നിങ്ങൾക്കല്ല അവകാശം തന്നിട്ടുള്ളത്. നിങ്ങൾക്കാണ് അവകാശം തന്നിട്ടുള്ളത്. അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതിന്റെ അടിസ്ഥാനത്തിൽ? 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിനോട് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ മഷി ഉണ്ടല്ലോ, ആ മഷി പുരട്ടുന്നതിന്റെ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. മഷി പുരട്ടുന്ന അവകാശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശ്വാസങ്ങളെ മുഴുവൻ തച്ചു തകർക്കണമെന്നല്ല. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് വിജയിപ്പിച്ചത് ഇവിടുത്തെ വിശ്വാസങ്ങളെ മുഴുവൻ തച്ചു തകർക്കണമെന്നും നിങ്ങളുടെ തോന്നിയവാസങ്ങൾ ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കണമെന്നും കൂടിയിട്ടല്ല. കോടതി വിധി രൂപപ്പെടുത്തിയത് നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റിനെ തുടർന്ന് വന്ന വിധി. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇങ്ങനെയുള്ള ശുദ്ധജലം കൊടുക്കാനും ഭരണം നടത്താനും നിങ്ങൾക്ക് അവസരം തന്നത് നിങ്ങൾക്ക് അഹങ്കാരമുണ്ടല്ലോ, അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ്. രാഹുലിനോട് ഒരൊറ്റ കാര്യം കൂടി. രാഹുൽ, ഈ പകവീട്ടലെന്നൊക്കെ പറയുമ്പോൾ എന്താണ് യുവതി പ്രവേശനത്തിലെ ഇപ്പോഴത്തെ നിലപാടെന്ന് ചോദിച്ചാൽ നേതാക്കന്മാർക്ക് മറുപടി പോലുമില്ല. ആ CPM പകവീട്ടലിന് വേണ്ടി ഇപ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, രണ്ട് വരിക ഞാൻ പറയും. ആദ്യ കാലത്ത് യുവതി പ്രവേശനത്തിന് എല്ലാവർക്കും പെട്ടെന്ന് 2 വരെ ഞാൻ എടുക്കും. ആദ്യ കാലത്ത് യുവതി പ്രവേശനത്തിന് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ്, CPM, BJP ഒക്കെ തെറ്റിദ്ധരിച്ചു. പിന്നീട് വിശ്വാസികളുടെ നിലപാടും സത്യവും മനസ്സിലാക്കി വിശ്വാസികളെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്ത്രിയെ കുറിച്ച് തെറ്റിദ്ധാരണ CPM-ന് ഉണ്ടായിരിക്കാം. തന്ത്രി നിരപരാധിയാണെന്ന് ഇപ്പോൾ പകൽ പോലെ വ്യക്തമായി. ഇനിയും തന്ത്രിയെ 41 ദിവസം ജയിലിലടച്ചതിന് കൂടെ നിൽക്കണം. വന്നോട്ടെ, ഇനി വിധി വന്നോട്ടെ, ട്രയലൊക്കെ കഴിയട്ടെ. പക്ഷേ കോടതിയിൽ അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് CPM-നോടും അഭ്യർത്ഥിക്കാനുള്ളത് 41 ദിവസമാണ് ഒരു പുരോഹിതനെ ജയിലിലിട്ടത്, ഒരു നിരപരാധിയെ ജയിലിലിട്ടത്. കൃത്യമായ നിലപാട് പോലും പറയാത്ത സർക്കാർ ഈ ഒരു അവസരത്തിൽ പകപോക്കലിനായിട്ട് ഒരു അറസ്റ്റിന് എന്തെങ്കിലും നടപടിയെടുക്കുമോ? അല്ലെങ്കിൽ അന്ന് മുതലേ ഞാൻ ഒറ്റ വരി പറയാം. സുരേഷ് സഖാവിനെയോ CPM-നെയോ അല്ല, മുഖ്യമന്ത്രിയുടെ ദുശാഠ്യമായിരുന്നു ശബരിമല യുവതികളെ കേട്ടോന്ന് എല്ലാവർക്കും അറിയാം. CPM പോലും ഇതിങ്ങനെ എടുത്തു ചാടും. ആ സുപ്രീം അനുകൂലമായിട്ടൊരു കാര്യം പറയണേ. ഞാൻ അങ്ങേക്ക് അനുകൂലമായിട്ടൊരു കാര്യമാണ് പറയണേ. ഞാൻ അങ്ങേക്ക് അനുകൂലമായിട്ടൊരു കാര്യമാണ് പറയണേ. ഞാൻ അങ്ങേക്ക് അനുകൂലമായിട്ടൊരു പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങേക്ക് അനുകൂലമായിട്ടൊരു വരിയാ പറയണേ. ഞാൻ അങ്ങേക്ക് അനുകൂലമായിട്ടൊരു വരിയാ പറയണേ. ഒരു വരി പറഞ്ഞോട്ടെ. അങ്ങേക്ക് അനുകൂലമായിട്ടാണ്. ശബരിമല യുവതി പ്രവേശന വിധി തെറ്റായിരുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ചത് ഒരു സഖാവാണ്. അത് കടകംപള്ളി സുരേന്ദ്രനാണ്. അങ്ങനെ കൂടുതൽ ആർജവമുള്ള ഒരു ഭരണം നമ്മുടെ BJPയുടെ നിലപാടില്ല. രാഹുൽ, അങ്ങനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറുന്നതിനൊക്കെ ചില ഇത് വൈക്ലഭ്യങ്ങൾ കാണും. പക്ഷെ യുവതി പ്രവേശനത്തിനും ഈ വിഷയത്തിനും
ശരി, എന്നാലും യുവതി പ്രവേശനമല്ല നമ്മളുടെ ചർച്ചാ വിഷയം. യുവതി പ്രവേശനത്തിൽ ആദ്യം RSSഉം കോൺഗ്രസും ഒക്കെ സ്വീകരിച്ച നിലപാടുകൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ തന്ത്രിയുടെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. തന്ത്രി പെരുങ്കള്ളനോ എന്നതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നത് 27% പേർ മാത്രമാണ്, അല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ, 69% പേർ. നിഷ്പക്ഷ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.